ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത 1 തെറ്റിയാൽ 99 തെറ്റി. ന്യായപ്രമാണത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ പാപികളാണ്. മനുഷ്യൻ ന്യായപ്രമാണം ആചരിക്കുന്നതിൽ പരാജയം വന്നപ്പോൾ അത് ന്യായപ്രമാണത്തിൻ്റെ കുഴപ്പമല്ല, എന്നാൽ ബലഹീനനായ മനുഷ്യന് അത് അനുഷ്ഠിക്കാൻ കഴിവില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ച് അയച്ചു. എന്തിനയച്ചു എന്നറിയാമോ? ന്യായപ്രമാണത്തിന് കീഴിലുള്ള എന്നെയും നിന്നെയും വിലയ്ക്ക് വാങ്ങുവാൻ. വിലയ്ക്ക് വാങ്ങിയെന്ന് തന്നെയല്ല, സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് തരുവാൻ. അവൻ ന്യായപ്രമാണത്തിൻ്റെ അധീനതയിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ അകത്തവൻ ആക്കി വെച്ചു. അതുകൊണ്ട് നമുക്ക് അബ്ബാ പിതാവേന്ന് വിളിക്കുവാൻ ഉള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നാം പ്രാപിച്ചിരിക്കുകയാണ്. ഇനി നീ ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. പ്രൈസ് ദി ലോർഡ്.